കുഞ്ഞു കുട്ടികൾക്ക് എപ്പോഴാണ് കുറുക്ക് കൊടുത്തു തുടങ്ങാൻ സാധിക്കുക? ഏകദേശം 5 മുതൽ 6 മാസങ്ങൾക്ക് ശേഷം തല ഉറച്ച് കമന്ന് വീണതിന് ശേഷം കൊടുക്കുന്നതാണ് ഉചിതം. ദഹനശേഷി പ്രോപ്പറായിട്ട് കുഞ്ഞുങ്ങൾക്ക് ആയി വരണം എന്നുണ്ടെങ്കിൽ 5 മുതൽ 6 മാസമെങ്കിലും ആകണം. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കുഞ്ഞിന് ശ്വാസം നിയന്ത്രിച്ച് ഇറക്കാനും വിക്കി പോകാതിരിക്കാനും ദഹിക്കാനുമുള്ള കഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഏകദേശം 3 മാസമൊക്കെ കഴിയുമ്പോൾ ചിലർ കുറുക്ക് കൊടുക്കുന്നതായിട്ട് കാണപ്പെടുന്നു. അങ്ങനെ ചെയ്യാൻ പാടുള്ളതാണോ? നമ്മൾ നേരത്തെ കുറുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ദഹിക്കുന്നതായിരിക്കില്ല. ദഹനശേഷി ആകുന്നതിന് മുമ്പ് കുറുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കുടലിന് നീർക്കെട്ട് വരാനും കുടലൊട്ടൽ എന്ന് പറയുന്ന ഇൻഡ്യൂസെപ്ഷൻ വരാനുള്ള സാധ്യതയും ഉണ്ട്. കുറുക്ക് കൊടുത്തു തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? കുറുക്കുകൾ നമ്മൾ നന്നായിട്ട് വേവിച്ച് കുറുക്കിയാണ് കൊടുക്കേണ്ടത്. പലതരത്തിലുള്ള കുറുക്കുകളുണ്ട്. പുല്ല്, ഗോതമ്പ്, കായ, കൂവപ്പൊടി, ധാന്യങ്ങളുടെ കൂട്ട്, അങ്ങനെ മില്ലറ്റ്സ് ഒക്കെ കൊടുക്കാവുന്നതാണ്. കുറുക്കുകൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? നമുക്ക് ഏതാണോ നിങ്ങൾ ആദ്യമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, കഴിവതും എല്ലാവരും സീറിയൽസ്, റാഗി പോലത്തതാണ് ആദ്യം കൊടുക്കുന്നത്. അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് അരിച്ചെടുത്തതിന് ശേഷം കരിപ്പെട്ടി ശർക്കരയോ കൽക്കണ്ടോ ചേർത്ത് 10 മുതൽ 15 മിനിറ്റ് വേവിച്ച് കുറുക്കി വേണം കൊടുക്കാനായിട്ട്. കൺസിസ്റ്റൻസി എങ്ങനെയാണ് കൊടുക്കേണ്ടത്? വെള്ളം പോലെ ഒഴുകുന്ന കൺസിസ്റ്റൻസിയിൽ ഒരിക്കലും കൊടുക്കാൻ പാടുള്ളതല്ല. സെമി സോളിഡായിട്ട് വേണം കൊടുക്കാൻ. ഒരു സ്പൂണിൽ നിന്ന് ഒഴുകി പോകാത്ത കൺസിസ്റ്റൻസിയിൽ വേണം കൊടുക്കാൻ. ഏത് കുറുക്കാണ് ആദ്യം കൊടുക്കേണ്ടത്? മോണോ സിറിയൽസ് ആണ് ഏറ്റവും ഉചിതം. നമുക്ക് റാഗി കൊടുക്കാം, ഗോതമ്പ് കൊടുക്കാം, അല്ലെങ്കിൽ കണ്ണങ്കായ കൊടുക്കാം. പൊതുവെ നമ്മുടെ നാട്ടുകളിലൊക്കെ എറണാകുളം സൈഡിലൊക്കെ റാഗി എന്ന് പറയുന്ന കൂവരക്, കോറ, റാഗി ഇവയാണ് കൊടുക്കുന്നത്. റാഗി നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് അരിച്ചെടുത്തതിന് ശേഷം കരിപ്പെട്ടി ശർക്കരയെ കൽക്കണ്ട ചേർത്ത് കുറുക്കി കൊടുക്കാവുന്നതാണ്. റാഗിയുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൊടികളും അവൈലബിൾ ആണ്. ഓർഗാനിക് ആയിട്ടുള്ളത് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നുറുക്ക് ഗോതമ്പാണ്. നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് അരിച്ചെടുത്തതിന് ശേഷം കരിപ്പെട്ടി ശർക്കരയെ കൽക്കണ്ടോ ചേർത്ത് കൊടുക്കാം. കായ, കണ്ണങ്കായ അല്ലെങ്കിൽ ഏത്തക്കായുടെ പൊടി കൊടുക്കാവുന്നതാണ്. നവധാന്യ കൂട്ടുകൾ, പലതരത്തിലുള്ള ധാന്യങ്ങളെല്ലാം കൂടെ നമുക്ക് വറുത്ത് പൊടിച്ച് എടുക്കാവുന്നതാണ്. മില്ലറ്റുകൾ കൊടുക്കാവുന്നതാണ്. മില്ലറ്റുകൾ പലതരത്തിൽ അവൈലബിൾ ആണ്. നമുക്ക് ഞവര അരി കൊടുക്കാവുന്നതാണ്. ഞവര അരി കഴുകി ഉണക്കി അത് വറുത്ത് പൊടിച്ച് കരിപ്പെട്ടി ശർക്കരയെ കൽക്കണ്ടോ ചേർത്ത് കുറുക്കി കൊടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ സീറിയൽസ് കൊടുക്കുക. നമ്മൾ കൊടുത്തു തുടങ്ങുമ്പോൾ ഒരു നേരം വേണം ആദ്യം കൊടുക്കാൻ. കഴിവതും രാവിലെ കൊടുക്കുക. എന്തെങ്കിലും വയറുവേദന അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കത് എളുപ്പമായിരിക്കും. വൈകുന്നേരങ്ങളിൽ 6 മണിക്ക് ശേഷം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. സ്ലോലി കുഞ്ഞ് കംഫർട്ടബിൾ ആയി കഴിയുമ്പോൾ 7 മണി 8 മണിക്ക് ഉള്ളിൽ കൊടുത്ത് തീർക്കാൻ ശ്രമിക്കുക. ഭക്ഷണം കൊടുത്ത് അപ്പോൾ തന്നെ കുഞ്ഞിനെ കിടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. കുറുക്കുകളുടെ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെയാണ് കൂട്ടാൻ സാധിക്കുക? ആദ്യം ഒരു നേരം വെച്ച് കൊടുക്കുക. രാവിലെ ഒരു 10 മണി സമയത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വൈകുന്നേരം 2 നേരമാക്കുക. ഏകദേശം ഒരാഴ്ച 2 ആഴ്ച ഒരു നേരം കൊടുത്ത്, അതായത് കുഞ്ഞ് കംഫർട്ടബിൾ ആകുന്നതിനനുസൃതമായി പതുക്കെ 2 നേരം ആക്കാവുന്നതാണ്. വൈകുന്നേരം കൊടുക്കുമ്പോൾ ഒരു 6 മണി സമയത്ത് കൊടുക്കുക. പതിയെ അത് നമുക്ക് ടൈം കൂട്ടിക്കൊണ്ട് വരാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഒരു 7 മുതൽ 8 മാസമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും 3 നേരം വരെ കുറുക്ക് കൊടുക്കാവുന്നതാണ്. 1 വയസ്സോടുകൂടി ഏകദേശം 3 മെയിൻ മീൽസും 2 മിഡ് മീൽ സ്നാക്സും നമ്മളെപ്പോലെ തന്നെ ഫുഡ് കഴിക്കത്തക്ക രീതിയിലാക്കുക. കുറച്ച് ഭക്ഷണം പല ആവർത്തിയായിട്ട് കൊടുക്കുന്നതായിരിക്കും കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഉചിതം. കുറുക്കുകൾ വെള്ളം പോലെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. നമ്മൾ സെമി സോളിഡ് കൺസിസ്റ്റൻസിയിൽ വേണം കൊടുക്കാൻ. എന്നാലാണ് കുഞ്ഞുങ്ങൾ വായിൽ വെക്കുന്ന ഭക്ഷണം ഞുണഞ്ഞ് പതുക്കെ ഓറോഫെറിഞ്ചൽ മസിൽസ് യൂസ് ചെയ്ത് ചവച്ചരച്ച് പതുക്കെ ഇറക്കാൻ പഠിക്കുകയുള്ളൂ. നമുക്ക് ഫിംഗർ ഫുഡ് ഐറ്റംസ്, അതായത് കടിച്ച് ചവച്ചെടുക്കുന്ന ഭക്ഷണങ്ങൾ ഏകദേശം ഒരു 10 മുതൽ 11 മാസത്തിന് ശേഷം പതുക്കെ കയ്യിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. അത് പല്ലുകൾ വരുന്നതിനനുസരിച്ച് അവർ പതുക്കെ കടിക്കാനും ചവയ്ക്കാനും പഠിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ പതുക്കെ നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ കൊടുക്കാവുന്നതാണ്. വെള്ളത്തിന് ഇത്ര കണക്കൊന്നുമില്ല. കുഞ്ഞ് കുടിക്കുന്നതിനനുസരിച്ച് 1-2 സ്പൂൺ വെച്ച് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ചോറ് കൊടുക്കുന്നത് 6 മാസത്തിന് ശേഷം. ചോറ് നമുക്ക് എപ്പോഴാണ് കൊടുത്തു തുടങ്ങാൻ സാധിക്കുക? ചോറ് നമുക്ക് 6 മാസത്തിന് ശേഷം കൊടുക്കാവുന്നതാണ്. ചോറ് നന്നായിട്ട് വേവിച്ച് ഉടച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കഴിവതും ചോറ് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് പോലെ ആക്കി കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് വേവിച്ച് ഉടച്ച് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ഉചിതം. പ്രഷർ കുക്കറിൽ നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് ഉടയ്ക്കാൻ എളുപ്പവുമാണ്. അത്യാവശ്യം ഒന്ന് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ പേസ്റ്റ് പോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ചവച്ചരച്ച് കഴിക്കാനായിട്ട് പഠിക്കുന്നതായിരിക്കില്ല. കുഞ്ഞുങ്ങൾക്ക് വേവിച്ച് പച്ചക്കറി
പച്ചക്കറികൾ ചോറിനോടൊപ്പം കൊടുക്കാവുന്നതാണ്. നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള എഡിബിൾ ആയിട്ടുള്ള ഓർഗാനിക് പച്ചക്കറികളെല്ലാം തന്നെ കൊടുക്കാവുന്നതാണ്. ഇലക്കറികൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യവർഗ്ഗങ്ങൾ, നമുക്ക് പരിപ്പ്, കടല, ചെറുപയർ, വൻപയർ, മില്ലറ്റുകൾ, അത്യാവശ്യം നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ക്യാരറ്റ്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, മത്തങ്ങ എല്ലാം നമുക്ക് വേവിച്ച് ഉടച്ച് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ എരിവും പുളിയും മസാലയും നമ്മൾ കുറച്ച് കൊടുത്ത് ശീലിപ്പിക്കാവുന്നതാണ്. മധുരം ഇട്ട് ശീലിപ്പിക്കേണ്ട ആവശ്യകതയും ഇല്ല. കുറുക്കുകളും ചോറും കൊടുക്കുന്നതിനോടൊപ്പം ഇടയ്ക്ക് തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഫ്രൂട്ട്സും ഫ്രൂട്ട് ജ്യൂസസും 7 മുതൽ 8 മാസത്തിന് ശേഷം കൊടുക്കാവുന്നതാണ്. പഴങ്ങളായിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ബിക്കോസ് അതിൻ്റെ നാര് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് അപ്പോഴാണ് കിട്ടുക. പഴച്ചാറുകൾ ഒരുപാട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മധുരം അവർക്കൊരു ഇതായിരിക്കും. മധുരം ഇട്ട് കൊടുക്കാതിരിക്കാൻ ശീലിപ്പിക്കുകയും ചെയ്യുക. പഴച്ചാറുകൾ കൊടുക്കുമ്പോൾ ഫൈബർ ഉള്ളിൽ ചെല്ലുകയും ചെയ്യുന്നില്ല. പല്ല് കേടാകാനുള്ള സാധ്യതയും ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് സ്റ്റെറൈൽ ആൻഡ് ഹൈജീനിക് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ കൈ നന്നായിട്ട് കഴുകുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പാത്രങ്ങൾ മാറ്റി വയ്ക്കുക. ആ പാത്രങ്ങൾ കോമൺ യൂസിന് എടുക്കാതിരിക്കുക. കുഞ്ഞിന് ഈ കുറുക്കൊക്കെ അരയ്ക്കുന്ന മിക്സിയുടെ ബൗൾ സെപ്പറേറ്റ് വയ്ക്കുക. ബൗളിൻ്റെ അരികും വറ്റും ആ വാഷറൊക്കെ ഊരി കഴുകേണ്ടതാണ്. അണുബാധ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അപ്പം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. രാവിലെ സെപ്പറേറ്റും വൈകുന്നേരം സെപ്പറേറ്റും കുറുക്കുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ചോറ് വേവിച്ച് ഉടച്ച് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പേസ്റ്റ് പോലെ ആക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. പച്ചക്കറികൾ നന്നായിട്ട് കഴുകിയത് വേണം മാത്രം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പ്രോപ്പറായിട്ട് വേവിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മൾ രാസവളങ്ങൾ ഇട്ട് വരുന്ന പച്ചക്കറികൾ നമുക്കറിയാം. കഴിവതും ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുഞ്ഞുങ്ങൾക്ക് പോഷകങ്ങൾ കിട്ടാനായിട്ട് ഇലക്കറികളും പച്ചക്കറികളും സമീകൃത ആഹാരമായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് എന്ത് പാത്രം ഉപയോഗിക്കണമെന്ന് പലരും ചോദിച്ചു. നമുക്ക് മൺപാത്രം, സ്റ്റീൽ പാത്രം, അയൺ പോട്ട്സ് ഉപയോഗിക്കാവുന്നതാണ്. നാച്ചുറലായിട്ട് അയൺ കിട്ടാനായിട്ട് സഹായിക്കുന്നു. 6 മാസമൊക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് ഫിസിയോളജിക്കൽ അനീമിയ വരുന്നതാണ്. അപ്പോൾ അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് വളരെ ഉചിതമാണ്. അതുകൊണ്ട് തന്നെ ഇലക്കറികൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ധാന്യവർഗ്ഗങ്ങൾ കൊടുക്കുന്നത് നല്ലതുമാണ്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങൾ പ്രത്യേകമായിട്ട് മാറ്റിവെക്കുക. സ്റ്റെറൈൽ ആൻഡ് ഹൈജീനിക് മെഷേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ അധികം അമിതമായിട്ട് ഉപ്പും മധുരവും ഇട്ട് ശീലിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അവരുടെ ടേസ്റ്റ് ബഡ്സ് ഭയങ്കര സെൻസിറ്റീവാണ്. അവരെ നമ്മൾ എന്താണോ കൊടുത്ത് ശീലിപ്പിക്കുന്നത് അതാണ് അവർ പഠിക്കുന്നത്. മധുരം അമിതമായിട്ട് ഇട്ട് കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അത് അതൊരു ടേസ്റ്റിന് നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവർ മധുരമില്ലാത്ത ഭക്ഷണം കഴിക്കാതെ വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒബിസിറ്റി പോലത്തെ കാരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. നമ്മൾ കഴിവതും ജങ്ക് ഫുഡ് ഐറ്റംസ് ലൈക്ക് ബിസ്ക്കറ്റ്സ്, ചോക്ലേറ്റ്സ്, ക്രീം ബിസ്ക്കറ്റ്സ്, അതായത് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്ത 0 കാലറി ആയിട്ടുള്ള ജങ്ക് ഐറ്റംസ്, മൈദ പോലത്തെ സാധനങ്ങൾ കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യാം. നമ്മൾ കൂടുതലായിട്ട് ഷുഗർ കൊടുക്കുന്നതിനെ തുടർന്ന് കുഞ്ഞുങ്ങളുടെ പല്ല് കേടാകാനും അത് അവർക്ക് ഭാവിയിലോട്ട് ദോഷങ്ങൾ വരാനും സാധ്യതയുണ്ട്. ആഡഡ് ആയിട്ടുള്ള സോൾട്ട് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമലായിട്ട് ടേസ്റ്റിനും ആ ഒരു ഭക്ഷണത്തിൻ്റെ രുചിക്കും വേണ്ടിയിട്ട് ഇടുന്നതിൽ കുഴപ്പമില്ല. എക്സ്ട്രാ ഇട്ട് ശീലിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. കുറുക്കുകൾ ഉണ്ടാക്കുമ്പോൾ കുറുക്കുകളിനകത്തേക്ക് പശുമ്പാൽ ഒഴിച്ച് കുറുക്കണമോ എന്ന് പലരും ചോദിച്ചു. ആദ്യത്തെ 6 മാസം നമ്മൾ മുലപ്പാൽ മാത്രം കൊടുക്കുന്നു. 6 മാസത്തിന് ശേഷമാണ് നമ്മൾ കുറുക്കുകൾ കൊടുത്തു തുടങ്ങുന്നത്. പശുവിൻ പാലും ആട്ടിൻപാലും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഐഡിയൽ 18 മാസം മുതൽ 2 വയസ്സിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. കഴിവതും നമ്മൾ നോർമലായിട്ട് വെള്ളത്തിൽ കുറുക്കിയതിന് ശേഷം അവസാനം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാവുന്നതാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് കുറുക്കണ്ട, ബിക്കോസ് അത് പിരിയാൻ സാധ്യതയുണ്ട്. കാലറി കണ്ടൻറ്റ് കൂട്ടാനായിട്ട് ഏറ്റവും നല്ലത് പശുവിൻ പാലാണ്. ആട്ടിൻപാലും പശുവിൻ പാലും കുഞ്ഞുങ്ങൾക്ക് ഐഡിയൽ 18 മാസം മുതൽ 2 വയസ്സിന് ശേഷം കൊടുക്കുന്നതായിരിക്കും ഉചിതം. ബിക്കോസ് അതിൻ്റെ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലാണ്. അത് കിഡ്നിക്ക് ഓവർലോഡ് വരുത്തുകയും ചെയ്യുന്നു. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് പശുവിൻ പാലും ആട്ടിൻപാലിലുമുള്ള പ്രോട്ടീൻസ് അലർജി ഉണ്ടാക്കുന്നതാണ്. അമിതമായിട്ടുള്ള പാല് വെള്ളം ചേർത്ത് കൊടുക്കുന്നതിനെ തുടർന്ന് കുഞ്ഞിൻ്റെ വിശപ്പ് ശമിച്ചു പോവുകയും അത് കുഞ്ഞുങ്ങൾക്ക് വിളർച്ച ഉണ്ടാക്കാനുള്ള കാരണവുമാകുന്നു. അതുകൊണ്ട് പശുവിൻ പാലും ആട്ടിൻപാലും അമിതമായിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും ഉചിതം. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഡേറ്റ്സ്, ബദാം ഒക്കെ കൊടുക്കാമോ എന്ന് പലരും ചോദിച്ചു. നമുക്ക് ഡേറ്റ്സ്, ബദാം, നോർമൽ നട്ട്സ്, പീനട്ട്സ്, വാൽനട്ട് ഇവയെല്ലാം കുറച്ചെടുത്ത് ഓരോന്നും വറുത്ത് പൊടിച്ച് നമ്മളിത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ച് അതിൽ നിന്ന് നനയാത്ത സ്പൂണിൽ എടുത്ത് നമുക്ക് കുറുക്കുകൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ചെറിയ കുഞ്ഞുങ്ങളിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആദ്യം തന്നെ കൊടുക്കുന്നത് സൂക്ഷിച്ച് വേണം കൊടുക്കാൻ. അവർക്ക് വിക്കിപ്പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് കുറുക്കുകളിൽ ചേർത്ത് കുറുക്കി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാവോ എന്ന് പലരും ചോദിച്ചു. കഞ്ഞി കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല. കുഞ്ഞുങ്ങൾ പക്ഷേ നമ്മൾ ഒരു ബൗള് കഞ്ഞി എടുത്തിട്ട് ആ ബൗള് കഞ്ഞി മൊത്തം കുഞ്ഞ് കുടിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. 1, 2, 3 സ്പൂണൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കഴിക്കുകയുള്ളൂ. നിങ്ങൾക്ക് പൊടിയരിക്കഞ്ഞി കൊടുക്കാം, നോർമൽ കുത്തരിയുടെ ചോറ് കൊടുക്കാം, കഞ്ഞി കൊടുക്കാം, നമുക്ക് ഞവരേരി കഞ്ഞി കൊടുക്കാം, ഞവരേരിയുടെ ചോറ് കൊടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഞവരേരിയുടെ കുറുക്കാണെങ്കിലും കൊടുക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം കൊടുക്കാവോ എന്ന് ചോദിച്ചു. 1, 2, 3 സ്പൂൺ കഞ്ഞിവെള്ളം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ക്ഷീണം തളർച്ചയും മാറാനായിട്ട് സഹായിക്കും. ഡീഹൈഡ്രേഷനൊക്കെ ഉള്ളപ്പോൾ അത് ഉത്തമവുമാണ്. രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾക്ക് ഓട്സ് കൊടുക്കാമെന്ന് പലരും ചോദിച്ചു. ഓട്സ് കൊടുക്കാവുന്നതാണ്. ഓട്സ് നമുക്ക് കുറുക്കി കൊടുക്കുകയും ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് വറുത്ത് പൊടിച്ച് കുറുക്കാക്കി കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. നോർമൽ ഓട്സ് ആയിട്ട് നമ്മൾ വലിയവർ കഴിക്കുന്നത് പോലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഞ്ഞ് വിക്കി പോകാതെ അത് നുണഞ്ഞിറക്കാനുള്ള കപ്പാസിറ്റി ആകണം. അത് ഏകദേശം ഒരു 1.5 വയസ്സിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുവരെ നമുക്ക് വറുത്ത് പൊടിച്ച് കുറുക്കാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ എല്ലാ കുറുക്കുകളുടെ അകത്തും നിർബന്ധമായിട്ടും മധുരം ഇടണമോ എന്ന് ചോദിച്ചു പറയും. പഞ്ചസാര ഇടുന്നതിനേക്കാൾ നല്ലത് അയൺ കിട്ടാനായിട്ട് പനങ്കൽക്കണ്ടമോ അല്ലെങ്കിൽ കരിപ്പെട്ടി ശർക്കരയോ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും. ശർക്കര പാനി കാച്ചി വെക്കുക. അപ്പോൾ നമുക്കിത് പാനി കാച്ചി നമുക്ക് അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അത് പോകാൻ സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കും. ശർക്കര കൊടുക്കുന്നതിനെ തുടർന്ന് നാച്ചുറലായിട്ടുള്ള അയണാണ്. ആ അയൺ കിട്ടുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ലതുമാണ്. അമൃതം പൊടി കൊടുക്കാമെന്ന് പലരും ചോദിച്ചു. അമൃതം പൊടി കുഞ്ഞുങ്ങൾക്ക് അത്യുത്തമമാണ്. ചില ആൾക്കാർക്ക് അത് കൊടുക്കാൻ താല്പര്യമുണ്ടാവില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് അമൃതം പൊടിയായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നവധാന്യങ്ങൾ വാങ്ങിച്ച് സ്വന്തമായിട്ട് വറുത്ത് പൊടിച്ച് കുറുക്കി കൊടുക്കുന്നതിലും തെറ്റൊന്നുമില്ല. അമൃതം പൊടിക്കകത്ത് ഓൾറെഡി മധുരം ഇട്ട് വരുന്നതായതുകൊണ്ട് എക്സ്ട്രാ മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യകതമില്ല. അമൃതം പൊടി നിങ്ങൾക്ക് കുറുക്കാക്കി കൊടുക്കാം, അടയാക്കി കൊടുക്കാം, പുട്ടാക്കി കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടബിൾ ആകത്തക്ക രീതിയിൽ ഏത് പലഹാരമായിട്ടാണെങ്കിലും ഉള്ളിൽ ചെല്ലണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് ഓട്സ് നമുക്ക് പുട്ടാക്കി കൊടുക്കാം. അതോടൊപ്പം നമുക്ക് നവധാന്യങ്ങൾ, മില്ലറ്റ്സ്, വെറൈറ്റി ഓഫ് സാധനങ്ങൾ അവൈലബിൾ ആണ്. ഒരേ സാധനം തന്നെ കഴിക്കുമ്പോൾ കുഞ്ഞ് മടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം പല സാധനങ്ങൾ മാറ്റി മാറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഇല അട പോലത്തെ സാധനങ്ങൾ, കൊഴുക്കട്ട, ഇഡ്ഡലി, ദോശ, അപ്പം, പുട്ട്, പഴം, ഏത്തപ്പഴം പുഴുങ്ങിയത്, ചെറുപഴം, നമ്മൾ നാച്ചുറലായിട്ടുള്ള വീട്ടിലുണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള പലഹാരങ്ങളും കുഞ്ഞുങ്ങൾക്ക് പതിയെ പതിയെ നമ്മൾ കഴിക്കുന്നതിനോടൊപ്പം കൊടുത്ത് ശീലിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ, അവിയലിലെ കഷ്ണങ്ങൾ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കറികളൊക്കെ അമിതമായിട്ട് എരിവില്ലാതെ കൊടുക്കുന്നതിലും തെറ്റൊന്നുമില്ല. നമ്മൾ നാച്ചുറൽ നമ്മുടെ കൂട്ടത്തിൽ കൊച്ചിനെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ച് പഠിക്കുകയാണെങ്കിൽ അവർ എല്ലാ ഭക്ഷണവും കഴിക്കുകയും ചെയ്യുന്നതായിരിക്കും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാറിലെ കഷ്ണങ്ങൾ, അവിയലിലെ കഷ്ണങ്ങൾ, ഇവയെല്ലാം കുഞ്ഞുങ്ങൾക്ക് സ്ലോലി ഇത്തിരി നമ്മൾ കഴിക്കുമ്പോൾ വായിൽ വെച്ച് കൊടുത്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു കുറച്ചും കൂടെ ഫുഡിനോടൊരു ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നുകയും ചെയ്യുന്നതായിരിക്കും. എല്ലാ അമ്മമാരുടെയും പരാതികളാണ് കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കില്ല എന്നുള്ളത്. നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് ഫുഡ് എടുത്തിട്ട് ആ ഫുഡ് മൊത്തം കഴിക്കണമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവരുടെ ഇനീഷ്യലി ഫുഡൊക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ അവർ ആദ്യം 1, 2 സ്പൂണൊക്കെയാണ് കഴിക്കുകയുള്ളൂ. ഇത് നുണഞ്ഞ് ഇറക്കാനും ഇത് മനസ്സിലാക്കി ഒന്ന് ആയി വരാനും ഇച്ചിരി സമയം എടുക്കുന്നതാണ്. ചില കുഞ്ഞുങ്ങൾക്ക് കട്ടിയാഹാരം കൊടുത്തു തുടങ്ങുമ്പോൾ ചിലപ്പോൾ ദഹന പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്. ചിലർക്ക് ഇനീഷ്യലി കോൺസ്റ്റിപ്പേഷൻ വരും, ചിലർക്ക് കുറച്ച് ലൂസ് ടൂൾസ് ആയിട്ട് വരികയും ചെയ്യും. ചില ഫുഡ് കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ള അലർജി കാണിക്കുകയും ചെയ്യും. അവർക്ക് വയറിളക്കവും ഛർദിയൊക്കെ വരികയും ചെയ്യും. അപ്പോൾ ഓരോ കുഞ്ഞും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവരുടെ ആ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഫുഡ് കഴിക്കുമ്പോൾ കുഞ്ഞിന് ചൊറിച്ചിലോ അലർജിയോ അസ്വസ്ഥതയോ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഫുഡ് നമ്മൾ അത് ഒഴിവാക്കേണ്ടതാണ്. അത് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യണം. നമ്മൾ പിന്നെ അതൊരു 2 3 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കൊടുത്ത് ട്രൈ ചെയ്യാൻ പാടുള്ളൂ. വീണ്ടും അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നുണ്ടെങ്കിൽ കഴിവതും അത് ഒഴിവാക്കുകയും ചെയ്യണം. കൂടുതലും കുഞ്ഞുങ്ങൾക്ക് മത്സ്യവും മാംസവും കൊടുക്കുമ്പോഴും മുട്ട കൊടുക്കുമ്പോഴും അലർജി പ്രശ്നങ്ങൾ കാണാറുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് ഗോതമ്പും ഓട്സും ഒക്കെ കൊടുക്കുമ്പോൾ വയറിളക്കവും അസ്വസ്ഥതയും കാണാറുണ്ട്. കുഞ്ഞിന് അസാധാരണമായിട്ട് വയറ് വീർക്കുന്നു, ഛർദ്ദിക്കുന്നു, ദേഹത്ത് റാഷസ് പോലെ വരുന്നു, മലം പോകുന്നതിൻ്റെ അകത്ത് രക്തമയമായിട്ട് കാണുന്നു. എന്തെങ്കിലും ഒരു പ്രത്യേക അസ്വസ്ഥത കാണിക്കുകയാണ്, അസാധാരണമായിട്ട് അസ്വസ്ഥത കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തൈര് കൊടുക്കാവുമെന്ന് പലരും ചോദിച്ചു. തൈര് ലാക്ടോബാസിലസ് അടങ്ങിയതാണ്. അത് ദഹനത്തിന് സഹായിക്കുന്നതാണ്. നമ്മൾ അധികം പുളിക്കാത്ത തണുക്കാത്ത തൈര് കൊടുക്കുന്നത് ഉചിതവുമാണ്. അത് ദഹനത്തെയും കുഞ്ഞുങ്ങളുടെ കുടലിൻ്റെ അകത്ത് നല്ല ബാക്ടീരിയനെ വളർത്താനായിട്ട് സഹായിക്കും. അത് ദഹനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. അമിതമായിട്ട് തണുത്ത പുളിച്ച തൈര് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അസ്വസ്ഥത വരുത്താൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, തൈര് കൊടുത്താൽ കഫക്കെട്ടുണ്ടാവുമെന്ന് ചോദിച്ചു.
മിതമായ അളവിൽ എന്ത് ഭക്ഷണം കൊടുത്താലും കുഞ്ഞുങ്ങൾക്കത് നല്ലതാണ്. അമിതമായിട്ട് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. എനിക്ക് ചില മെസ്സേജസ് ഉണ്ടായിരുന്നു, ചക്കയും കപ്പയും കൊടുക്കാമോ എന്നുള്ളത്. നമ്മൾ ചക്കയും കപ്പയും 1 2 ഇതൊക്കെ കൊടുത്തെന്ന് വിചാരിച്ച് തെറ്റൊന്നുമില്ല. പക്ഷെ അത് വേവിച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അമിതമായിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് ഗ്യാസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ചിലർക്കത് ഗ്യാസും ഛർദിയും ഗ്യാസ്ട്രൈറ്റിസ് വരുത്താനായിട്ട് കാരണമാകുന്നു. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ എല്ലാം വേവിച്ചുടച്ച് കൊടുക്കണമെന്ന് പലരും ചോദിച്ചു. നമ്മൾ ആപ്പിളൊക്കെ കൊടുക്കുമ്പോൾ ഇനീഷ്യലി വേവിച്ച് കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ വേവിക്കുമ്പോൾ അതിൻ്റെ മൂല്യം, ആ ഗുണം നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ 7 മുതൽ 8 മാസമായി കഴിഞ്ഞാൽ നമുക്കത് ഷ്രിൽ ചെയ്തെടുത്ത് തന്നെ കൊടുക്കാവുന്നതാണ്. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള എഡിബിൾ ആയിട്ടുള്ള എല്ലാ സീസണൽ ഫ്രൂട്ട്സും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ചില കുഞ്ഞുങ്ങൾക്ക് പൈനാപ്പിൾ കഴിക്കുമ്പോൾ വായിൽ തോല് പോകുന്നതായിട്ട് കാണാറുണ്ട്. വിക്കി പോകത്തക്ക രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ മേൽനോട്ടത്തിലല്ലാതെ കൊടുക്കരുത്. പോംഗ്രാനൈറ്റ് ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ജ്യൂസ് എടുത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് അടിച്ചു കൊടുക്കുകയും ചെയ്യരുത്, കഴിക്കാൻ സാധ്യതയുമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് മുട്ട എപ്പോൾ കൊടുക്കാമെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഐഡിയലി 8 മുതൽ 9 മാസത്തിന് ശേഷം മുട്ട കൊടുക്കാവുന്നതാണ്. മുട്ടയുടെ ഉണ്ണി വേണം ആദ്യമായിട്ട് കൊടുക്കാൻ. മുട്ടയുടെ വെള്ളയ്ക്കകത്ത് അവിഡിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്. അത് പലർക്കും അലർജി ഉണ്ടാക്കുന്നതാണ്. ഉണ്ണി നന്നായിട്ട് വേവിച്ച്, മുട്ട പുഴുങ്ങി തന്നെ ആദ്യം കൊടുക്കുക. വേവിച്ച് കൊടുത്തതിന് ശേഷം കുഴപ്പങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം വൈറ്റ് കൊടുത്ത് നോക്കാവുന്നതാണ്. ബേബീസിനത് കൊടുത്തിട്ട് അസ്വസ്ഥതകളൊന്നുമില്ലെങ്കിൽ നമുക്ക് പുഴുങ്ങിയും ചിക്കിയും ഒക്കെ കൊടുക്കാം, പൊരിച്ചുമൊക്കെ കൊടുക്കാവുന്നതാണ്. കോഴിമുട്ട, താറാമുട്ട, കാടാമുട്ടയൊക്കെ കൊടുക്കാവുന്നതാണ്. ഇനീഷ്യൽ ഡേയ്സിൽ കാടാമുട്ടയ്ക്ക് 1 എണ്ണം വെച്ച് കൊടുക്കുക. ആസ് ഏജ് പ്രോഗ്രസസ് 2 മുട്ടയൊക്കെ ആകാവുന്നതാണ്. പിന്നീട് 7 മുതൽ 8 വയസ്സൊക്കെ ആകുമ്പോൾ 3 4 മുട്ടയൊക്കെ കഴിച്ചാലും തെറ്റൊന്നുമില്ല. കോഴിമുട്ടയും താറാമുട്ടയും ഡെയിലി കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് പലരും ചോദിച്ചു. നമ്മൾ എന്ത് സാധനമാണെങ്കിലും അമിതമായി കഴിഞ്ഞാൽ അത് അപകടമാണ്. മിതമായ രീതിയിൽ ആഴ്ചയിൽ 1 ഇടവിട്ട ദിവസങ്ങൾ കൊടുക്കാവുന്നതാണ്. മുട്ട കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ഡെയിലി കൊടുത്തെന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മൾട്ടിപ്പിൾ എണ്ണങ്ങൾ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മത്സ്യമാംസാദികൾ നമുക്ക് 9 മാസത്തിന് ശേഷം ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കാവുന്നതാണ്. പൊടിമീനുകളൊക്കെ കൊടുക്കുന്നത് കാൽഷ്യം നല്ലതാണ്. പക്ഷേ മുള്ള് സൂക്ഷിക്കേണ്ടതാണ്. നല്ല മാംസമുള്ള മീനുകൾ ആദ്യമായിട്ട് കൊടുക്കുക. കടൽ മത്സ്യങ്ങൾ കൊടുക്കുമ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കാറുണ്ട്. എസ്പെഷ്യലി കൂന്തൽ, കണവ, നമ്മുടെ ചെമ്മീൻ, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള അലർജിക് റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നോട്ടീസ് ചെയ്ത് വെക്കുകയും ചെയ്യണം. റെഡ് മീറ്റ് കുഞ്ഞുങ്ങൾക്ക് കഴിവതും കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ചിക്കൻ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വേവിച്ചുടച്ച് കൊടുക്കാൻ നോക്കുക. എന്താണ് നോർമൽ ഫാമിലി പോട്ട് ഡയറ്റ്? 1 വയസ്സാവുന്നൊരു കുഞ്ഞ് നമ്മളെപ്പോലെ തന്നെ 3 നേരം നോർമലായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതോടൊപ്പം 2 മിഡ് മീൽ സ്നാക്സ് കഴിക്കത്തക്ക രീതിയിൽ ആകുക. അതിനെയാണ് നമ്മൾ നോർമൽ ഫാമിലി പോട്ട് ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മളെപ്പോലെ തന്നെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിക്കണം. കുഞ്ഞ് ഫുള്ളായിട്ട് ഒരുപാട് ഭക്ഷണം കഴിക്കുമെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഭക്ഷണവും ഒരുപാട് എരിവും പുളിയും മസാലയും ഇല്ലാതെ ഇത്തിരിയായിട്ട് കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഒരു അവസ്ഥ. നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കുന്നതിലാണ് കാര്യം. നമ്മൾ മിതമായിട്ട് ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കുക. പോഷകസമൃദ്ധമായ ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക. ജങ്ക് ഫുഡ്സ്, നോൺ ന്യൂട്രീറ്റീവ് വാല്യൂ ഉള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പരസ്യങ്ങൾ എന്നും എപ്പോഴും ഒരു മായയാണ്. പല മാതാപിതാക്കളും വന്ന് ഞാൻ പാലിൽ അത് കലക്കി കൊടുക്കട്ടെ, ഇത് കലക്കി കൊടുക്കട്ടെ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ സാധാരണഗതിയിൽ ഒരു പ്രൊഡക്ട്സും പ്രൊമോട്ട് ചെയ്യത്തില്ല. കാരണം നമുക്ക് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാച്ചുറലായിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് ആണ്. ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള സൗകര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഗാനിക് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അത് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മളാണ് മക്കളെ ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കുന്നത്. നമ്മൾ നോർമലായിട്ട് എല്ലാ ഫുഡും കൊടുത്ത് നമ്മൾ അവരോടൊപ്പം ഇരുന്ന് കഴിച്ച് നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ അവരെ ശീലിപ്പിക്കുകയാണെങ്കിൽ എല്ലാ ഭക്ഷണവും അവർ കഴിക്കുന്ന രീതിയിലോട്ട് എത്തുന്നതുമാണ്.